ശോധന ആരോടും പറയാറില്ലെൻ അല തല്ലും വേദന ആരാരും അറിയാതിന്നിൽ തീര തല്ലും ശോധന. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. എന്തുകൊണ്ട്? നിനക്ക് നിത്യനായി ദൈവത്തെ ലഭിച്ചതിനാൽ, ദൈവത്തിൻ്റെ കൃപ ലഭിച്ചതിനാൽ നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. നിൻ്റെ ദുഃഖം മാറിയതിനാൽ, നിൻ്റെ ജീവിതത്തിൽ മ്ലാനത മാറിയതിനാൽ നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. എന്തിൽ? സമർപ്പണത്തിൽ സന്തോഷം ഉണ്ടാകും. കന്യമറിയാം സമർപ്പിച്ചു, സന്തോഷമുണ്ടായി. സമർപ്പണത്തിൽ സന്തോഷമുണ്ടാകും. ഇന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും സമർപ്പിക്കണം. മുഴുവനും എന്നെ ഞാൻ സമർപ്പിക്കുന്നു പറയണം. കർത്താവേ, എനിക്കിനി സ്വന്തമായിട്ടൊന്നുമില്ല, എല്ലാം നിൻ്റെ കരങ്ങളിലേക്ക് തന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കൂ, എല്ലാം യേശുക്രിസ്തുവിന് കൊടുത്താൽ പിന്നെ ഒരു അലട്ടലില്ല. ദുരിതങ്ങൾ നമ്മുടെ മീതെ കടന്നു പോകും, ഓളങ്ങളും തിരമാലകളും കടന്നു പോകും. ദൈവത്തിന് സ്തോത്രം. പക്ഷേ നമ്മെ സ്പർശിക്കുകയില്ല, നമ്മെ തൊടുകയില്ല. പ്രതിസന്ധികളുണ്ട്, ജീവിതത്തിൽ ആവശ്യഭാരങ്ങളുണ്ട്, കടത്തിന് ഞെരുക്കമുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്, രോഗത്തിൻ്റെ ആവലാധികളുണ്ട്, എല്ലാം ഉണ്ട്. അതൊക്കെ തീർച്ചയാണ് ഉണ്ടല്ലോ. എന്നാൽ അതൊന്നും നമ്മളെ സ്പർശിക്കുകയില്ല. ആനന്ദവും സന്തോഷവും ഉണ്ടാകും. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. സമർപ്പിച്ചാൽ മതി. സമർപ്പിക്കുക. ജീവിതം കർത്താവിനെ അങ്ങ് സമർപ്പിച്ച് കൊടുക്കുക. കംപ്ലീറ്റ് സറണ്ടർ, കംപ്ലീറ്റ് ഡെഡിക്കേഷൻ, കംപ്ലീറ്റ് കമ്മിറ്റ്മെൻറ്റ്, സമ്പൂർണ്ണമായ സമർപ്പണം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ചിന്തിക്കൂ, ഞാൻ അങ്ങ് സമ്പൂർണ്ണമായി സമർപ്പിച്ചിട്ടുണ്ടോ? എന്ത് ഭവിഷ്യത്തൊന്നും നോക്കാതെ ഞാൻ സമർപ്പിച്ചിട്ടുണ്ടോ? കന്യമറിയാം ഭവിഷ്യത്ത് നോക്കിയിരുന്നെങ്കിൽ കർത്താവിൻ്റെ ആ തിരോധാനം അവിടെ നടക്കുകയില്ലായിരുന്നു. കന്യമറിയാം അത് സമർപ്പിച്ചു, ജീവിതം സമർപ്പിച്ചു. ഇതാണ് ഞാൻ കർത്താവിൻ്റെ ദാസി. സമർപ്പണത്തിൽ സന്തോഷിക്കാം. സ്തോത്രം. സമർപ്പണം നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ ചിന്തിക്കുമോ? ചിന്തിക്കുക. ഞാൻ വാസ്തവമായി എന്നെയും എനിക്കുള്ളതിനെയും ഞാൻ യേശുവിന് കൊടുത്തോ? സ്തോത്രം. എന്നെയും എനിക്കുള്ളതിനെയും ഞാൻ യേശുവിന് കൊടുത്തുവോ? എനിക്ക് എൻ്റെ യേശുവിൻ്റെ ഇഷ്ടം മാത്രം മതി, വേറെ ഒന്നും വേണ്ട. യേശു കനിഞ്ഞു തരുന്നത് മാത്രം മതി എനിക്ക്, വേറെ ഒന്നും വേണ്ട എനിക്ക്. സ്തോത്രം. അങ്ങനെ സമർപ്പിച്ചുവോ നിങ്ങൾ പ്രിയപ്പെട്ടവരെ? ലോകത്തിലുള്ളവർക്ക് മനസ്സിലാവുകയില്ല, നമ്മുടെ ചാർച്ചക്കാർക്ക് മനസ്സിലായെന്ന് വരില്ല, ബന്ധക്കാർക്ക് മനസ്സിലായെന്ന് വരില്ല, എന്തിന് സ്വന്തം ഭർത്താവിന് പോലും മനസ്സിലായെന്ന് വരികയില്ല, സ്വന്തം ഭാര്യയ്ക്ക് മനസ്സിലായെന്ന് വരികയില്ല. പക്ഷേ സമർപ്പണം വാസ്തവമാണെങ്കിൽ നിങ്ങളുടെ കാര്യം കർത്താവ് ഏറ്റെടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് വിജയം സുനിശ്ചിതം, നിത്യജീവൻ സുനിശ്ചിതം, രക്ഷ ഉറപ്പാണ്. സ്തോത്രം. സെഫന്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം വായിക്കാം. സെഫന്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായം 14-ാം വാക്യം വായിക്കുമ്പോൾ ഈ രക്ഷ നമുക്ക് സുരക്ഷിതമാണ്, നിത്യജീവൻ നമുക്ക് സുരക്ഷിതമാണ്. എപ്പോൾ കടന്നു പോയാലും പേടിയില്ല. എപ്പോൾ കടന്നു പോയാലും എന്താണ്? എൻ്റെ ജീവിതത്തിന് യേശുവിന് കൊടുത്തു. എത്ര ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കണമെന്നുള്ളത് കർത്താവിനറിയാം. എത്ര കാലം ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കണമെന്നുള്ളത് കർത്താവിനറിയാം. വേണ്ടേ? കർത്താവിന് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട. സ്തോത്രം. നിങ്ങളെന്ത് പറയുന്നു? കർത്താവിനെ ഞാൻ ജീവിച്ചിരിക്കണമെന്ന് താല്പര്യമില്ലെങ്കിൽ എനിക്കും വേണ്ടെന്ന്. സ്തോത്രം. അങ്ങനെ ഒരു സമർപ്പണം വരണം. അത് ചെറിയ കാര്യമല്ലത്. യേശുക്രിസ്തുവിന് വേണ്ട എങ്കിൽ പിന്നെ എനിക്കെന്തിന്? അതുകൊണ്ട് കർത്താവേ, ഈ രോഗം വന്നതിൽ ഞാൻ പരിഭ്രമിക്കുന്നില്ല, ഈ ആകുലം വന്നതിൽ ഞാൻ പരിഭ്രാന്തനാകുന്നില്ല, ഈ ദുരിതം വന്നതിൽ ഞാൻ പ്രയാസപ്പെടുന്നില്ല. കാരണം കർത്താവ് നീ എല്ലാം അറിയുന്നല്ലോ, നിനക്കറിയാമല്ലോ എല്ലാം. ഇതുവരെയും നടത്തിക്കൊണ്ടുവന്ന ദൈവത്തിന് അറിയാമല്ലോ എല്ലാം. ഇതുവരെയും ഈ നിമിഷം വരെയും നടത്തിക്കൊണ്ടുവന്ന ദൈവത്തിന് കേടുകൂടാതെ സൂക്ഷിച്ച് ഇവിടം വരെ എത്തിച്ച ദൈവത്തിന്, ഈ വിശുദ്ധ വചനത്തിന് മുമ്പിലേക്ക് എന്നെ എത്തിച്ച ദൈവത്തിന്, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തിന് മുമ്പിലേക്ക് എന്നെ ആകർഷിച്ച ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ലെന്ന് എനിക്കറിയാം. ഞാൻ പിന്നെ എന്തിനു ഭയപ്പെടണം? സ്തോത്രം. നിത്യജീവൻ്റെ ഉറപ്പ്. സെഫന്യാ 3:14. സിയോൻ പുത്രിയെ ഘോഷിച്ചാനന്ദിക്ക, ഇസ്രായേലേ ആർപ്പിടുക, യെരൂശലേം പുത്രിയെ പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിച്ച് ഉല്ലസിക്ക, യെരൂശലേം പുത്രിയെ പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിച്ച് ഉല്ലസിക്കുക. സ്തോത്രം. ഉല്ലസിക്കുക. സന്തോഷം ഉല്ലാസം ഉണ്ടാകും. ദൈവത്തിന് സ്തോത്രം. യെശയ്യാ 35-ാം അധ്യായം 10-ാം വാക്യം വായിക്കാം. 35:10. യെശയ്യാ 35:10. രക്ഷ ലഭിച്ചിരിക്കുന്നു. സന്തോഷിക്കാൻ. എന്തിലാണ് സന്തോഷിക്കാൻ? രക്ഷയ്ക്ക് സന്തോഷിക്കുന്നു. സന്തോഷിച്ച് ഉല്ലസിപ്പീൻ. പിന്നെ അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും. യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ, വീണ്ടെടുപ്പ് കിട്ടിയവർ മടങ്ങി വരും. എങ്ങനെ? ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് മടങ്ങി വരും. നിത്യാനന്ദം അവരുടെ തലമേലുണ്ടായിരിക്കും. നിത്യാനന്ദം അവരുടെ തലമേലുണ്ടായിരിക്കും. സ്തോത്രം. അവരുടെ തലമേൽ ആദിയില്ല, വ്യാധിയില്ല, നിത്യാനന്ദം ഉണ്ടായിരിക്കും.
ഉണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, നിത്യാനന്ദം തലയിലുണ്ടായിരിക്കും. അവിടെ പിന്നെ മാനസിക രോഗത്തിൻ്റെ പ്രശ്നമില്ല, അവിടെ ബുദ്ധികേടിൻ്റെ പ്രശ്നമില്ല, ബുദ്ധിക്കുറവിൻ്റെ പ്രശ്നമില്ല, പരിജ്ഞാനക്കുറവിൻ്റെ വിഷയമില്ല. ഇതാ നിത്യാനന്ദം തലമേലുണ്ടായിരിക്കും. സ്തോത്രം. പഠിക്കുന്ന വിദ്യാർത്ഥി അവൻ പഠിക്കുമ്പോൾ അവന് ഒരു ഉറപ്പുണ്ട്, നിത്യാനന്ദം തൻ്റെ മേൽ വരികയാണ്. നിത്യാനന്ദം എൻ്റെ യേശു എൻ്റെ ശിരസിലിരിക്കുകയാണ്. എൻ്റെ ഇൻ്റലക്റ്റ്, എൻ്റെ ബുദ്ധി, എൻ്റെ ബോധം യേശു ക്രിസ്തു ഏറ്റെടുത്തിരിക്കുകയാണ്. എൻ്റെ ബുദ്ധി യേശു നിയന്ത്രിക്കുകയാണ്. ഞാൻ യേശുവിൻ്റെ വകയാണ്. സ്തോത്രം. ഞാൻ യേശുവിനെ എന്നെ കൊടുത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, അങ്ങനെയൊക്കെ ഉണ്ടോ നിങ്ങൾക്ക്? അങ്ങനെ വിചാരം വരുന്നുണ്ടോ? യേശുവിനെ എന്നെ കൊടുത്തുവെന്ന്, മുഴുവൻ കൊടുത്തുവെന്ന്? എൻ്റെ സഹോദരങ്ങളെ, അത് വന്നാൽ മഹാഭാഗ്യമാണ്. ആ ഒരു സമർപ്പണം വന്നാൽ വലിയൊരു നേട്ടമാണ് കേട്ടോ. ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം. സ്തോത്രം. സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. എങ്ങനെ? രക്ഷയിൽ, നിത്യരക്ഷയിൽ സന്തോഷം ഉണ്ടാകും. നിത്യരക്ഷ, നിത്യജീവൻ ലഭിച്ചു എന്നുള്ളതിൽ. ഇന്ന് ഞാൻ കടന്നുപോയാൽ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പറന്നെത്തും എന്നുള്ളതായ ധൈര്യം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഞാൻ മൺമറഞ്ഞു പോയാൽ ശരീരം ഇവിടെ ഭൂമിയിൽ കിടക്കും, ആത്മാവോ അനന്തതയിലേക്ക് പറന്നുയരും. ആത്മാവോ അനന്തമോഹനമായ വിശ്വവിശാലതയിലേക്ക്, സ്വർഗീയ സൗന്ദര്യത്തിലേക്ക്, സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് കടന്നു ചെല്ലും. സ്തോത്രം. ഞാനക്കരെ പറന്നു ചെന്ന് അവിടെ പ്രിയനോട് വാസം ചെയ്യും. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? ഈ ഒരു ഉറപ്പ് കിട്ടിയിട്ടുണ്ടോ? അത് കിട്ടിയേ പറ്റൂ. അതില്ലാതെ മുന്നോട്ടൊരു ചുവട് വെക്കരുതെന്ന് ഞാൻ പറയും. എൻ്റെ യേശുവേ, ഇവിടെ കഷ്ടമുണ്ട്, നഷ്ടമുണ്ട്, പ്രയാസങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. മക്കളുണ്ട്, ഭാര്യയുണ്ട്, അല്ലെങ്കിൽ ഭർത്താവുണ്ട്, കുടുംബത്തിൽ ക്ലേശങ്ങളുണ്ട്, ഒരുപടി അലങ്കോലങ്ങളുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ മരിച്ചാൽ, ഇന്ന് ഞാൻ കടന്നുപോയാൽ ഈ അലങ്കോലങ്ങളൊന്നും എൻ്റെ കൂടെ പോരുന്നില്ല. ഈ ദുരിതങ്ങളോ രോഗങ്ങളോ എൻ്റെ പിന്നാലെ പോരുന്നില്ല. വഴക്കുകളോ പിണക്കങ്ങളോ എൻ്റെ കൂടെ വരുന്നില്ല. അമ്മായിമ്മപ്പോരോ മരുമകളുടെ കൊള്ളരുതാത്ത സ്വഭാവമോ എൻ്റെ കൂടെ വരുന്നില്ല. ഇതെല്ലാം ഒന്നും എന്നെ തൊടുന്നില്ല. കർത്താവേ, ഇനി ഞാൻ മരിച്ചാൽ ഞാനിതാ പറന്ന് ഉല്ലസിച്ച് അങ്ങ് മുകളിലേക്ക് എത്തും. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ആത്മാവ് പറന്ന് ദൈവരാജ്യത്തിലെത്തും. ഇതൊരു വിശ്വാസമാണ്. അതൊരു സാക്ഷാത്തായ സനാതന സത്യമാണ്. ജീവനുള്ള ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തേക്ക് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഉല്ലാസവും സന്തോഷം ഉണ്ടാകുക മാത്രമല്ല, നിത്യരക്ഷ നമുക്ക് ലഭിക്കും. നിത്യരക്ഷയുടെ സമാധാനം നമുക്ക് ലഭിക്കും. നിത്യരക്ഷ. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. നിത്യജീവൻ്റെ അനുഭവം വരിക, അതൊരു അപൂർവ അനുഭവമാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്കൊന്നും അറിഞ്ഞുകൂടല്ലോ. ഇന്ന് കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, മുഖാമുഖമായി കാണുന്നൊരു ദിവസമുണ്ട്. ഇന്ന് തൽക്കാലം നമ്മൾ ഈ ഭൂമിയിലിരിക്കുന്നു, ഒന്നും കാണുന്നില്ല, ഒന്നും അറിയുന്നില്ല. പക്ഷേ കടന്നു ചെല്ലുന്നൊരു ദിവസമുണ്ട്. അടുത്താണോ അകലെയാണെന്ന് അറിഞ്ഞുകൂടാ. ഒരു ദിവസം കടന്നു പോകും, ഉറപ്പാണ്. അന്ന് കടന്നു ചെല്ലുമ്പോൾ അവിടെ രാജാധിരാജൻ്റെ തിരുമുഖശോഭ കണ്ട് അവൻ്റെ പാദത്തിൽ വണങ്ങി നമസ്കരിച്ച് അവൻ്റെ തൃപ്പാദം ചുംബിച്ചുകൊണ്ട് നാം അവിടെ ഇരിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ഗാനങ്ങൾ പാടും. സ്വർഗീയ സേനകൾ ആരാധിക്കുന്നത് പോലെ, മേൽപ്പെട്ടവരെങ്കിൽ സ്വർഗീയമാലകമാ സ്തുതിക്കുന്നത് പോലെ, അത്യുന്നതങ്ങളിൽ സ്വർഗീയമാലകമാ സ്തുതിക്കുന്നത് പോലെ നാം ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും. സ്തുതിയുടെ ആഘോഷത്തിൽ, സന്തോഷത്തിൽ മതിമറന്ന് ദൈവത്തെ ആരാധിക്കുന്നതിൽ സന്തോഷിച്ച് നാം ദൈവത്തിന് മഹത്വം കയറ്റും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ മാലാഖമാർ കൂടെ പാടും. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധന്മാർ ചേർന്ന് പാടും. ദൈവത്തിന് സ്തോത്രം. കടന്നുപോയ വിശുദ്ധന്മാർ ഓടി വരികയും ആനന്ദത്തോടെ നമ്മെ എതിരേൽക്കുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. നാം കടന്നു ചെല്ലുമ്പോൾ മാലാഖമാർ കൂട്ടമായി ഒന്നും എതിരേൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കടന്നു ചെല്ലുമ്പോൾ വിശുദ്ധന്മാരായി കടന്നുപോയവർ നമ്മുടെ അരികിലേക്ക് ഓടി വന്നമേ കരങ്ങളിൽ എടുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മെ ആനന്ദത്തിൻ്റെ പറുദീസയിലേക്ക് ആനയിച്ചുകൊണ്ട് പോകും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആശയില്ലേ ഈ സ്വർഗീയ സൗഭാഗ്യത്തിന്? നിത്യരക്ഷ, നിത്യസൗഭാഗ്യം കിട്ടാൻ ആശയില്ലേ? കർത്താവിന് നിത്യജീവൻ, അത് ഉറപ്പാക്കണം. എവർലാസ്റ്റിംഗ് ലൈഫ്, നിത്യജീവൻ, മാറ്റമില്ലാത്ത ജീവൻ, നിത്യജീവൻ, രക്ഷ, വീണ്ടെടുപ്പിൽ രക്ഷ. എന്താണ് ഈ വീണ്ടെടുപ്പ്? റിഡംഷൻ ഇംഗ്ലീഷ് പറയും. റിഡംഷൻ. എന്താ ഈ വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയത് തിരികെ കിട്ടുക എന്നുള്ളതാണ്. നഷ്ടപ്പെട്ടത് തിരികെ കിട്ടുക. ഒരു കഥ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരു കൊച്ചുകുട്ടി, അവൻ ഈ നല്ല കരകൗശല വിദഗ്ധനാണ്, മിടുക്കനാണ്. അവൻ കൈകൊണ്ട് കൊത്തി പണിത് ചെറിയ ഉളിയൊക്കെ ഉപയോഗിച്ച് പണിത് അവൻ ഒരു നല്ല മനോഹരമായ ഒരു ശില്പം ഉണ്ടാക്കി. മരത്തിൽ വളരെ മനോഹരമായിരുന്നു. അതിൻ്റെ അറ്റത്ത് ഒരു ചെറിയ ദ്വാരം ഇട്ടിട്ട് നല്ല ബലമുള്ളൊരു ചരട് കോർത്തു.
ആ ശില്പം വഞ്ചിയാണ്. അതാണ് ശില്പം. മനോഹരമായ വഞ്ചി, കൊത്തുപണികളൊക്കെ ഉള്ള മനോഹരമായ നല്ല മനോഹരമായ കാഴ്ച തരുന്ന നല്ലൊരു വള്ളം, വഞ്ചി. അവനാ ചരട് അതിൽ കോർത്തിട്ട് അവനും എൻ്റെ കൂട്ടുകാരും കൂടി പുഴയുടെ തീരത്തേക്ക് പോയി. പുഴയുടെ ഓരത്തൂടി ഇങ്ങനെ അപ്പോൾ വെള്ളത്തിലേക്ക് ഈ വള്ളം കിട്ടു. വള്ളം ഇങ്ങനെ ഒഴുകി താഴോട്ട് പോകുന്നു. പക്ഷേ കയ്യിൽ ചരട് കയ്യിലുണ്ട്, കുഴപ്പമില്ല. എത്ര പോയാലും ഈ ചരടുണ്ട് കയ്യിൽ. അതുകൊണ്ട് അവനെ ചരട് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. ഒരു ചുഴിയിൽ ചെന്നു. ചുഴിയിൽ ഇത് വട്ടം കറങ്ങി, വള്ളം വട്ടം കറങ്ങി. നല്ല ചുഴിയായിരുന്നു. ആ കറക്കത്തിൽ ചരട് പൊട്ടിപ്പോയി. കഷ്ടം. അവൻ ഉച്ചത്തിൽ നിലവിളിച്ചു. അവൻ്റെ കൂട്ടുകാരൻ നിലവിളിച്ചു. നിലവിളിച്ചെന്താ ഫലം? പോയല്ലോ. അവൻ്റെ കൈ കൊണ്ട് അവൻ കൊത്തിയുണ്ടാക്കിയ സുന്ദരമായ കലാശില്പം, മനോഹരമായ വള്ളം, അത് പിടിവിട്ടൊഴുകിപ്പോകും, താഴോട്ട് ഒഴുകിപ്പോകുന്നത് കണ്ടു. കുറേ നേരം അവർ ആ പുഴയുടെ തീരത്തൂടെ ഓടി. പക്ഷെ കിട്ടാൻ പോകുന്നില്ലല്ലോ. പുഴയിലേക്ക് എടുത്ത് ചാടാൻ സാധ്യമല്ല. അതായത് ചാടിയാൽ ചത്തുപോകും. സങ്കടത്തോടെ ഏങ്ങടിച്ച് കരഞ്ഞുകൊണ്ട് അവൻ വീട്ടിൽ വന്നു. അവന് ദുഃഖം മാറുന്നില്ല. കഷ്ടം, ഞാൻ എത്രയോ ദിവസം പണിപ്പെട്ടുണ്ടാക്കിയതാണ്, എത്ര നാളത്തെ അധ്വാനം കൊണ്ടുണ്ടാക്കിയതാണ്, ഇത് പോയല്ലോ. അവൻ സങ്കടത്തോടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം എപ്പോഴോ എൻ്റെ അപ്പൻ സിറ്റിയിൽ എന്തോ സാധനങ്ങൾ വാങ്ങാനായിട്ട് പോകുന്നുണ്ട്. അവൻ പറഞ്ഞു, അപ്പം ഞാനും പോരട്ടെ, ഞാൻ സിറ്റിയൊന്നും കണ്ടിട്ടില്ലല്ലോ. അതുപോലെ മോനെയും കൂട്ടിക്കൊണ്ടുപോയി. ഏതോ ഒരു കടയിൽ കയറി അപ്പൻ എന്തോ വാങ്ങിക്കാൻ നിന്നപ്പോൾ അവൻ ഈ കടയിൽ ഇങ്ങനെ മനോഹരമായ കാര്യങ്ങൾ, സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് നല്ല ചെട്ടിയായിട്ട് അടുക്കി വെച്ചിരിക്കുന്നത് കണ്ടു. നല്ല നല്ല മനോഹരമായ ഒരു കടയാണത്. അവൻ നോക്കി കിടക്കുമ്പോൾ അവൻ അത്ഭുതപ്പെട്ടു. അവൻ്റെ നഷ്ടപ്പെട്ടു പോയ ആ കലാശില്പം, ആ വള്ളം അവിടെ ഷോക്കേസിലിരിക്കുന്നു. അവൻ സൂക്ഷിച്ച് നോക്കി, ഉണ്ട്. അവൻ്റെ പേര് അവൻ കൊത്തിയിട്ടുള്ളത് അവിടെയുണ്ട്. അവൻ്റെ പേര് കൊത്തിയിട്ടുണ്ട്. ഇതെൻ്റെ തന്നെ. അവൻ റോസിനടുക്ക് ചെന്നു. അത് എൻ്റെയാണ്, എൻ്റെ കൈക്ക് കൈവശം വന്നതാണ്, അത് എനിക്ക് തരണം. മോനി അങ്ങനെ തരാൻ നിർവാഹമില്ല. ഇവിടെ കൊണ്ടുവന്ന ആൾക്ക് ഞാൻ രൂപ കൊടുത്ത് മേടിച്ചതാണ്. രൂപ തരികയാണെങ്കിൽ തരാം. അവൻ അപ്പനോട് പറഞ്ഞു, അപ്പം എനിക്ക് മേടിച്ച് തരണം, അതെനിക്ക് എങ്ങനെയായാലും മേടിച്ച് തരണം, എന്ത് വില കൊടുത്താലും മേടിച്ച് തരണം. അപ്പൻ വലിയ വില കൊടുത്തു. സ്വന്തം മോൻ കൈകൊണ്ട് തീർത്തതായ ആ കലാശില്പം, ആ വള്ളം, അത് വാങ്ങിച്ചെടുക്കാൻ വലിയ വില കൊടുത്തു. അവനത് കിട്ടിയപാടെ അവൻ മാറോടണച്ചു. അത് എടുത്ത് അതിനെ മാറോടണച്ച് ഉമ്മ വെച്ചിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ മെനഞ്ഞുണ്ടാക്കി, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി. നീ പക്ഷേ അന്യൻ്റെ അധീനത്തിലായിപ്പോയി. പക്ഷേ എനിക്കത് വീണ്ടും കിട്ടിയിരിക്കുന്നു. വലിയ വില കൊടുത്താണ്, എന്നാൽ പക്ഷേ ഇന്ന് എനിക്കത് വീണ്ടും കിട്ടിയിരിക്കുന്നു. അവൻ സന്തോഷത്തോടെ ആർപ്പോടെ തിമിർപ്പോടെ അവൻ വീട്ടിലേക്ക് വന്നു. ഇതൊരു ഉദാഹരണ കഥയാണ്. ദൈവത്തിന് സ്തോത്രം. നിത്യനായ ദൈവത്തിൻ്റെ കൈപ്പണിയായ മനുഷ്യൻ പൈശാചിൻ്റെ കയ്യിൽ അകപ്പെട്ടു പോയി, സാത്താൻ്റെ കയ്യിൽ അകപ്പെട്ടു പോയി, പിശാചിൻ്റെ കയ്യിൽ വീണുപോയി. അവന് സ്വയം രക്ഷപ്പെടാൻ സാധ്യമല്ല. ശത്രുവിൻ്റെ ജയിലിലായി കഴിഞ്ഞു, ശത്രുവിൻ്റെ ഷോക്കേസിലായി കഴിഞ്ഞു, ശത്രുവിൻ്റെ കൈവശമായി കഴിഞ്ഞു, ശത്രുവിൻ്റെ അധീനതയിലായി കഴിഞ്ഞു. മാർഗമില്ല, തിരിച്ചു കിട്ടാൻ മാർഗമില്ല. അതിന് നിത്യനായ ദൈവം വൻ വില കൊടുത്തു. തൻ്റെ പുത്രൻ്റെ തിരക്തം കൊടുത്തു. സ്തോത്രം. നിത്യനായ ദൈവം തൻ്റെ ഏകജാതനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരക്തം ഗോകുൽത്തായിലെ തിരുവലിയിൽ അണച്ച് ആ തിരുവിലാവിൽ നിന്നൊഴിയ തിരുരക്തത്താൽ നമ്മെ വീണ്ടെടുത്തു. നാം ഓരോരുത്തരുമാണ് ദൈവത്തിൻ്റെ മോഹന ശില്പമായിരുന്നത്. ദൈവത്തിൻ്റെ മനോഹരമായൊരു ശില്പമായിരുന്നു. നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ കരവിരുതിൻ്റെ ഫലമായിരുന്നു. നിത്യനായ ദൈവം നമ്മെ മെനഞ്ഞതായിരുന്നു. ദൈവം നമ്മെ നടത്തിക്കൊണ്ട് പോരുകയായിരുന്നു. പക്ഷേ അന്യൻ്റെ കൈവശത്തിലായിപ്പോയി. ശ്രദ്ധക്കേടുകൊണ്ടോ എന്തുകൊണ്ടാണോ അന്യൻ്റെ കൈവശത്തിലായിപ്പോയി. പക്ഷേ ഇന്നിതാ അത് കണ്ടുകൊണ്ട് കരുണയുള്ള ജീവനുള്ള ദൈവം നമുക്ക് വേണ്ടി മറുവില കൊടുത്തിരിക്കുന്നു. തൻ്റെ കൈപ്പണിയായ മനുഷ്യനെ വീണ്ടെടുക്കാൻ വേണ്ടി ദൈവം മറുവില കൊടുത്തിരിക്കുന്നു. സ്തോത്രം. ഏതാണ് ഈ മറുവില? തൻ്റെ പുത്രൻ്റെ രക്തം. അതിൽ കുറഞ്ഞതൊന്നും പോരാ. തൻ്റെ പ്രിയപ്പെട്ട പുത്രൻ്റെ രക്തം, ഏകജാതൻ്റെ രക്തം കൊടുത്തു. തൻ്റെ ഏകജാതനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുമെന്നൊക്കെ ദൈവം ലോകത്തെ സ്നേഹിച്ചു. ദൈവത്തിന് സ്തോത്രം.
തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവന് നശിച്ചു പോകാതെ. വായിച്ച് 3:16. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവത്തിൻ്റെ സ്നേഹം, അഗാധമായ സ്നേഹം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ സ്നേഹം കണ്ടാൽ അടങ്ങിയിരിക്കുകയില്ല. ആ സ്നേഹം എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾ പലരും പിന്നെയും പാവത്തിലേക്ക് പോകുന്നത്. ഈ നിത്യസ്നേഹമായ യേശുവിനെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നിങ്ങൾ വഴിവിട്ട് പോകുന്നത്, തെറ്റായ വഴിയിലേക്ക് പോകുന്നത്. യേശു ക്രിസ്തു സ്നേഹസ്വരൂപനാണ്, സ്നേഹനിധിയാണ്, സ്നേഹം മാത്രമാണ്. നിങ്ങളെ ശിക്ഷിക്കാൻ നിൽക്കുന്നവനല്ല യേശു. നീ ഇന്ന വഴിക്കല്ലേ നടന്നോളല്ലേ, നീ ഇന്ന വഴിക്ക് പോയാനല്ലേ എന്ന് ചോദിച്ച് ശിക്ഷ വിധിക്കുന്നവനല്ല യേശു. സ്തോത്രം. നിന്നെ സ്നേഹത്തോടെ അടുപ്പിച്ച് മാറോടയ്ക്കുന്ന നിത്യസ്നേഹമാണ് യേശു. ഈ യേശുവിനെ നിങ്ങൾ കാണുക, ഈ സ്നേഹത്തെ നിങ്ങൾ കാണുക. എത്ര തെറ്റ് ചെയ്താലും പിന്നെയും ക്ഷമിക്കുന്ന സ്നേഹം, എത്ര പ്രാവശ്യം വീണാലും പിന്നെയും പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന സ്നേഹം, ഏതെല്ലാം തെറ്റായ വഴികളിലൂടെ നടന്നാലും പിന്നെയും ആകർഷിക്കുന്ന സ്നേഹം, ഗോകുൽത്തായിലെ പരമോന്നത സ്നേഹം. യുഗങ്ങൾ കഴിഞ്ഞു പോകും, ഈ സ്നേഹബന്ധം പിരിയുകയില്ല. മനസ്സ് മാറിപ്പോകും, പലരും മാറിപ്പോകും, സ്നേഹിതന്മാർ വിട്ടുപോകും, ഈ ക്രിസ്തുവിനുള്ള ബന്ധം വിട്ടുപോവുകയില്ല. ബന്ധക്കാർ സ്വന്തക്കാർ മാറിയെന്ന് വരും, സ്വന്തം കുടുംബത്തിൽ ഭാര്യ എതിരായി എന്ന് വരും, സ്വന്തം മക്കളെതിരായി എന്ന് വരും, സ്വന്തം മാതാപിതാക്കളെതിരായി എന്ന് വരും. ദൈവത്തിന് സ്തോത്രം. പള്ളിയിലുള്ളവരെ എതിരായി എന്ന് വരും, പള്ളിയിലെ പ്രമാണിമാരെതിരായി എന്ന് വരും, പള്ളിയിലെ മേലേക്കടയിലുള്ളവർ, മേലാളന്മാർ, അവരെതിരായി എന്ന് വരും. പക്ഷേ ഈ ബന്ധം പിരിയ ബന്ധമാണ്. സ്തോത്രം. ആരെല്ലാം എതിരായാലും ഈ ബന്ധം തകർക്കാൻ സാധ്യമല്ല. ഇതെൻ്റെ യേശുവിനോടുള്ളതായ ബന്ധമാണ്. ഇത് സ്നേഹത്തിൻ്റെ ബന്ധമാണ്, മഹസ്നേഹത്തിൻ്റെ ബന്ധമാണ്. യുഗകാലങ്ങൾ നിലനിൽക്കുന്ന സ്നേഹമാണ്, യുഗകാലങ്ങൾ വരെയും യുഗങ്ങൾ വരെയും. സ്തോത്രം. ഈ ബന്ധം പിരിയ ബന്ധമാണ്. പിരിയാത്തൊരു ബന്ധം യേശുവിനോട് കിട്ടുക. ദൈവത്തിന് സ്തോത്രം. യേശുവിനോട് പിരിയാ ബന്ധം കിട്ടിയാൽ നിങ്ങൾ ഭാഗ്യശാലികളാകും. യേശുവിനോട് പിരിയാത്തൊരു ബന്ധം കിട്ടിയാൽ നിങ്ങൾ ശ്രേഷ്ഠരായി തീരും. യേശുവിനോടുള്ള പിരിയാത്ത ബന്ധമാണ്. സ്തോത്രം. ഒരിക്കലും വിട്ടുപിരിയാത്ത സ്നേഹം. ആ ബന്ധം ഒരിക്കലും വിട്ടുപിരിയാത്തതാണ്. നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ആ ബന്ധം പിരിയാത്ത ബന്ധമായി നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾ ഉറക്കത്തിൽ ആരും അടുക്കില്ല, ആരും കൂടെ ഇല്ല, പക്ഷേ ആ ബന്ധം, സ്നേഹത്തിൻ്റെ ബന്ധം പിരിയാ ബന്ധമായിരിക്കും. സ്തോത്രം. ദൈവത്തിന് രോഗം വരുമ്പോൾ ആ ബന്ധം മാറില്ല, ആ ബന്ധം പിരിയാ ബന്ധമാണ്. ആവശ്യഭാരങ്ങൾ നിരക്കുമ്പോൾ ആ ബന്ധം മാറുകയില്ല, അത് പിരിയാ ബന്ധമാണ്. പിരിയാ ബന്ധമാണ് ഇത്. യുഗകാലം വരെയും പിരിയാത്തൊരു ബന്ധം. സ്തോത്രം. സഹോദരങ്ങളെ, ഈ പിരിയാ ബന്ധത്തിലേക്ക് വരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അവനിതവിടെ അരികെ തോന്നി നിൽക്കുകയാണ്. നിത്യജീവൻ തരാമെന്ന് പറയുന്നു. വീണ്ടെടുപ്പ് തരാൻ നിൽക്കുകയാണ്. വീണ്ടെടുക്കാൻ, ശത്രുവിൻ്റെ കയ്യിൽ അമർന്നുപോയ മനുഷ്യനെ വീണ്ടെടുക്കാൻ അവൻ തന്നെ രക്തം ചിന്തിയിരിക്കുകയാണ്. പിശാചിൻ്റെ കയ്യിൽ പെട്ടുപോയ മനുഷ്യനെ വിടുവിക്കുവാൻ അവൻ രക്തം ചിന്തിയിരിക്കുകയാണ്. സാത്താൻ്റെ പണിപ്പുരയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരെ വിടുവിക്കാൻ യേശുക്രിസ്തു രക്തം ചൊരിഞ്ഞിരിക്കുകയാണ്. സാത്താൻ്റെ അടിമത്തിൽ ആണ്ടുപോയ മനുഷ്യനെ വിടുവിക്കാൻ യേശുക്രിസ്തു തിരക്തം ചൊരിഞ്ഞിരിക്കുകയാണ്. മോനെ, നീ ഇനിയും പാവത്തിൽ ജീവിക്കേണ്ട. മോളെ, നീ ഇനിയും പാവത്തിൽ പോകേണ്ട കാര്യമില്ല. നീ പാവത്തിൽ നശിക്കേണ്ട ആവശ്യമില്ല. നീ നരകാഗ്നിയിലേക്ക് പോകേണ്ട കാര്യമില്ല. നിന്നെ സ്വർഗത്തിലാക്കുവാനാണ് ഞാൻ സ്വർഗം വിട്ട് ഇറങ്ങി വന്നത്. ഹല്ലേലൂയ. നിന്നെ സ്വർഗത്തിലാക്കുവാനാണ് ഞാൻ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. സ്തോത്രം. ഞാൻ എൻ്റെ ഈ ശരീരം അവർക്ക് ഇഷ്ടം പോലെ ചെയ്യാൻ വിട്ടുകൊടുത്തത്, ദുഷ്ടന് ഇഷ്ടം പോലെ ചെയ്യാൻ വിട്ടുകൊടുത്തത് നിന്നെ രക്ഷിക്കാനാണ്, നിന്നെ വീണ്ടെടുക്കാനാണ്. എൻ്റെ ശരീരം മുറിവേറ്റത് എൻ്റെ മക്കളെ നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങൾ രക്ഷിക്കാൻ വേണ്ടിയാണ്. മാരകമായ നരകത്തിൻ്റെ ഭീകരതയിൽ നിങ്ങൾ ഉഴലാതിരിക്കാൻ, അതിനുവേണ്ടി നിങ്ങൾക്ക് ഞാൻ നരകത്തിൻ്റെ വേദന രുചി നോക്കി. സ്തോത്രം. നിങ്ങൾ വിശ്വസിക്കൂ, എന്നെ നിങ്ങൾ സ്വീകരിക്കൂ. ഞാൻ നിങ്ങളുടെ ഉള്ളത്തിലേക്ക് വരാം, ഞാൻ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരാം, ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൽ അധിവസിക്കാം. നിങ്ങളുടെ കഴിഞ്ഞ കാല പാവങ്ങളെല്ലാം ഞാൻ മറച്ചു തരാം, എല്ലാം മോചിച്ചു തരാം. എന്തെല്ലാം പാവങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും എല്ലാം ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണ്. മക്കളെ, നിങ്ങൾ വിശ്വസിക്കൂ. ഏതെല്ലാം പാവം നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും, എത്ര കൊടും ക്രൂര പാതകങ്ങൾ നിങ്ങൾ ചെയ്തെങ്കിലും, എല്ലാ പാവവും മാറ്റി നിങ്ങൾ വിശുദ്ധീകരിക്കാൻ എൻ്റെ തിരക്തം മതിയായതാണെന്ന് പറഞ്ഞുകൊണ്ട് യേശു നിൽക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ ആ തിരക്തത്തിൻ്റെ ചുവട്ടടിയിലേക്ക് ഓടി വരുവീൻ. യേശുക്രിസ്തുവിൻ്റെ തിരുവചനത്തിൻ്റെ ശക്തിയിലേക്ക് ഓടി വരുവീൻ.
യേശുവിനോട് നിങ്ങൾ പറയുവിൻ, കർത്താവേ, നീ എന്നെ വീണ്ടെടുപ്പാൻ വേണ്ടി എൻ്റെ പാപം നീ വഹിച്ചല്ലോ, എൻ്റെ ശിക്ഷ നീ ഏറ്റല്ലോ. ദാദാ, ഞാൻ ഏൽക്കേണ്ട ശിക്ഷ നീ മുഴുവൻ ഏറ്റല്ലോ. ഞാനാണ് ശിക്ഷ ഏൽക്കേണ്ടിയിരുന്നത്, എന്നാൽ നീ എനിക്ക് പകരം ശിക്ഷ ഏറ്റല്ലോ. ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ, ഇന്ന് എൻ്റെ ജീവൻ നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ തരികയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, എൻ്റെ ജീവനുള്ള ദൈവമേ, ഇന്ന് എൻ്റെ ജീവൻ ഞാനിതാ നിൻ്റെ കരങ്ങളിലേക്ക് തരികയാണ്. നാഥാ, ഞാനിതാ എൻ്റെ ആയുസ് നിൻ്റെ കയ്യിലേക്ക് കൈമാറുകയാണ്. എൻ്റെ ജീവിതം നിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയാണ്. എൻ്റെ ജീവിതം അശുദ്ധിയാർന്ന ജീവിതം, ദൈവമേ, രക്തപാതകമുള്ള ജീവിതം, തിന്മയുള്ള ജീവിതം, ദുഷ്ടതയുള്ള ജീവിതം, ക്രൂരതയുള്ള ജീവിതം, സ്വാർത്ഥതയുള്ള ജീവിതം, അഹങ്കാരമുള്ള ജീവിതം, എൻ്റെ കർത്താവേ, എല്ലാം 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 ഇതാ തിരുമുമ്പാ കൊണ്ടുവന്ന് അടിയറ വെച്ചിട്ട് നാഥാ നിൻ്റെ കരങ്ങളിലേക്ക് എന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ്. ഉടയവനെ, നീ എന്നെ സ്വീകരിക്കണമേ. പ്രാർത്ഥിക്കുമോ നിങ്ങൾ? യേശുവിനോട് പറയുമോ നിങ്ങൾ? നിങ്ങളുടെ പാപത്തിൻ്റെ മോചനത്തിനായി കുരിശിൽ മരിച്ച രക്ഷകനെ രക്ഷിതാവും കർത്താവുമായി ഇപ്പോൾ സ്വീകരിക്കുമോ? യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. നിങ്ങൾ ക്ഷണിക്കൂ യേശുവിനെ, നിങ്ങൾ എതിരേൽക്കൂ യേശുവിനെ. യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, എൻ്റെ ഹൃദയത്തിൽ വാഴണമേ, എന്നിൽ വസിക്കണമേ, എന്നെ നയിക്കണമേ, എന്നെ നടത്തണമേ, എൻ്റെ മേൽ നിൻ്റെ അനുഗ്രഹം മുഴുവൻ ചൊരിയണമേ. ഹല്ലേലൂയ. കാരുണ്യവാനേ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ മഹത്വമേറിയ സാന്നിധ്യം ഞങ്ങൾക്ക് ദാനമായി തന്നതിനാൽ സ്തോത്രം. അർഹതയില്ലാത്ത അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തരുന്നതിനായി സ്തോത്രം. അപ്പോൾ നീ ഞങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുത വചനങ്ങൾ കേൾപ്പാൻ ഞങ്ങളെ ഒരുക്കുന്നതിനായി സ്തോത്രം. എൻ്റെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഞങ്ങൾ ഒരുക്കുന്നതിനായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ, സമാധാനം നൽകണമേ കർത്താവേ, ആധികൾ മാറ്റണമേ കർത്താവേ, വ്യാധികൾ മാറ്റണമേ കർത്താവേ, ബന്ധനങ്ങൾ അഴിക്കണമേ കർത്താവേ, എല്ലാ ശാപദോഷങ്ങൾ മാറ്റണമേ. എല്ലാവരെയും തിരക്തത്താൽ വീണ്ടെടുത്ത് വിശുദ്ധിയുടെ തേജസ്സിൻ്റെ അടിമകളാക്കി മാറ്റണമേ. യേശുവിൻ നാമത്തിൽ യാചിക്കുന്നത് കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം.